ഒറ്റ നോട്ടത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിക്കുന്ന ഒരു പ്രശ്നത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ആ ഒരു വിഷയം ഇവിടെ ഉണ്ട് എന്ന് പോലും പരിഗണിച്ചില്ല. അതേസമയം വളരെ എന്താണ് പറയുക, ഒരു ഗ്രാനുലാർ മൈനോറിറ്റി എന്ന് പറയുന്ന പാർട്ടിയായ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ബുൾഡോസറിന് മുമ്പിൽ കയറി നിൽക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് കൊടുക്കുന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അത് ഈ പറയുന്ന ബുൾഡോസർ രാജിൻ്റെ ഇരകൾ കോൺഗ്രസിനെ മാത്രമല്ല കുറ്റപ്പെടുന്നു, പല കക്ഷികളെയും കുറ്റപ്പെടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് എവിടെയെന്നൊരു ചോദ്യം അന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട ശത്രു, രാജ്യത്തിൻ്റെ ശത്രു എന്ന് രാഹുൽ ഗാന്ധി തന്നെ വിശേഷിപ്പിക്കുന്ന RSSന്റെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രുക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മടി? ജിംസ, ഇത് വളരെ റെലവൻസ് ഇല്ലാത്ത ഒരു ചോദ്യവും ഒരു ചിന്തയുമാണ് നിങ്ങളിവിടെ ഉയർത്തിവിട്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ അവരുടെ അല്പബുദ്ധിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിയുന്നത് എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഏക അവലംബമായ രക്ഷാമാർഗമായ ഒരു ചാലകത്തെ ദുർബലപ്പെടുത്തുകയാണ് ഇവർ. അപ്പൊ പിന്നെ ഇവർ ആർക്കെതിരെയാണ് ഇവർ ഈ പോരാടുന്നത്? ഇവരുടെ പോരാട്ടത്തിന്റെ ദിശ നിങ്ങളുടെ ലാസ്റ്റ് ബസ് പ്രയോഗം കണ്ട് മടുത്തിട്ടാണ് ഈരകൾ ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ മാത്രമല്ല. ഒരു നിമിഷം നൗഷാദിലെ, നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് ലാസ്റ്റ് ബസ്സാണ് രാഹുൽ ഗാന്ധി, ലാസ്റ്റ് ബസ്സാണ് കോൺഗ്രസ് എന്നാണ്. ആ ബസ് കാത്തിരുന്ന് മടുത്തിട്ടാണ് അവരിത് പറയുന്നത്. അല്ല അജിംസ്, ഞാൻ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം. കാരണം നിങ്ങൾ അതീവ ഗുരുതരമായ ഒരു ആരോപണം കോൺഗ്രസ് പാർട്ടിക്ക് നേരെ ഉന്നയിച്ചിട്ട് ഞാനതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ ഇംഗിതത്തിന് ആനുപാതികമായിട്ട് നിങ്ങൾ അതിനകത്ത് ഇടപെടരുത്. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ തവണ എത്രയോ ഇടങ്ങളിൽ ബുൾഡോസർ രാജിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ശബ്ദിച്ചിട്ടുണ്ട്. അതൊക്കെ ഉത്തരേന്ത്യയിൽ നിരവധി തവണ എല്ലാവർക്കും അനുഭവഭേദ്യമായ കാര്യമാണ്. ഒരു പക്ഷേ ചില ഇരകൾ അവർ അനുഭവിച്ച രൂക്ഷമായ ആ പ്രതിസന്ധി മുൻനിർത്തിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ പൊതുസമൂഹം പൊതുബോധമൊക്കെ ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്നത് ശരിയല്ല. ബൃന്ദ കാരാട്ടെ അവിടെ പോയി നിന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് മാത്രമാണ്. ഏതോ ഒരു തവണ ഡൽഹിയിൽ അവർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫോട്ടോ കേരളത്തിലുടനീളം വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കേരളത്തിൻ്റെ വെളിയിൽ വല്ലയിടത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുമാത്രം വച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലൊക്കെ ഒരു ഏകപക്ഷീയ നിഗമനത്തിൽ എത്തിച്ചേരരുത്. ഇത്തരത്തിൽ നിങ്ങൾ ഈ രാജ്യം ഫാസിസത്തിൻ്റെ പിടിയിലാണ്, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാണ് എന്ന് കരുതുന്നൊരു സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനെതിരെ ആർക്കെതിരെയാണോ ശബ്ദിക്കുന്നത് ആ ഊർജത്തെ നിങ്ങൾ പകുത്ത് ഇതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ഏക അവലംബത്തെയും ഒരേ സമയം ദുർബലപ്പെടുത്തുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ദുരന്തത്തിന് സ്വയം അർഹത നേടുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് ശരിയായ കാര്യമല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ ജിംസ്, ഈ രാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ട് മുസ്ലിങ്ങൾ സ്വന്തം അവകാശവും വാങ്ങി പുതിയ രാജ്യമായിട്ട് പോയപ്പോൾ അവശേഷിക്കുന്ന രാജ്യം ഹിന്ദു രാജ്യമാകണമെന്ന RSSന്റെ കാവ്യനീതിയുള്ളൊരു മുദ്രാവാക്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് പാകിസ്ഥാനിലേക്ക് പോയവരെക്കാൾ രാജ്യസ്നേഹമുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്, ഇവിടെ ക്രിസ്ത്യാനിയും സിഖുകാരനൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനൊരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റിയത്.